ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി ആണ്. ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പം മക്കൾക്കറിയാം, പണ്ട് മുതലേ പല പല ഭരണാധികാരികൾ നമ്മുടെ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ആളാണ് വഗാഡക ഡൈനസ്റ്റി എന്ന് പറയുന്നത്. വഗാഡക ഡൈനസ്റ്റി എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ചത് ഏത് റൂളറാന്ന് മക്കൾക്കറിയോ? അത് വിദ്യാശക്തി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ് കേട്ടോ അത് ഭരിച്ചത്. അപ്പോ ആ ഒരു വിദ്യാശക്തി എന്ന് പറയുന്ന ആ റൂളറ് ഏത് ജാതിക്ക് മുൻഗണന കൊടുത്തിട്ടാണ് ഭരിച്ചിരുന്നത്? ബ്രാഹ്മിൻസിനാണ് അല്ലെ. അപ്പൊ ആ ഒരു ടൈമില് ആ ഒരു വിദ്യാശക്തി എന്ന് പറയുന്ന ഭരണാധികാരി ലാൻഡ്സ് എന്ന് വെച്ചാൽ ലാൻഡ് ഭൂമിദാനം എങ്ങനെയായിരുന്നു, ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്ലൈഡിലേക്ക് പോവാം, അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. By the order of Sri Vidyashakti II, the Vagadaga Maharaja, അല്ലെ, ഫൗണ്ടർ ഓഫ് വഗാഡക ഡൈനസ്റ്റി എന്ന് പറയുന്നത് ആരാണ് മക്കളെ? അത് നമ്മുടെ വിദ്യാശക്തി രണ്ടാമനാണ് അല്ലെ. അപ്പോ we grant half of this village to Brahmins in order to attain victory അല്ലെ. അപ്പൊ ഇതിലെന്താ ഉദ്ദേശിക്കുന്ന മക്കളെ? വഗാഡക മഹാരാജാവ് ശ്രീ വിദ്യാശക്തി രണ്ടാമന്റെ കൽപ്പന പ്രകാരമാണ് വിജയവും ദീർഘായുസ്സും അല്ലെ ഇഹപര ലോകങ്ങളിൽ ക്ഷേമ സമാധാനങ്ങളും കൈവരുന്നതിനായി ഗ്രാമത്തിന്റെ പകുതിയും ബ്രാഹ്മണർക്കാണ് ഭൂമിദാനമായിട്ട് ഈ ഒരു വഗാഡക ഡൈനസ്റ്റിന്റെ രാജാവായിട്ടുള്ള വിദ്യാശക്തി ബ്രാഹ്മിൻസിന് ഭൂമിദാനം ചെയ്തു അല്ലേ മക്കളെ. പിന്നെയോ അത് ബ്രാഹ്മിൻസിന് ഈ ഒരു ഭൂമി ദാനം ചെയ്യാൻ കാരണം എന്താണ്? അത് അവർക്ക് എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു? ടു അറ്റൈൻ വിക്ടറി അല്ലേ, അതവർക്ക് വിജയം കൈവരിക്കാനും അതുപോലെ തന്നെ ലോങ്വിറ്റി. എന്താണ് ലോങ്വിറ്റി എന്ന് പറയുമ്പോ? ഇത് അവർക്ക് ചതുർവേദങ്ങളാലും മുൻ രാജാക്കന്മാരാലും അംഗീകരിക്കപ്പെട്ട ആചാരപ്രകാരമുള്ള ഒഴിവുകൾ ഈ ഭൂമിദാനത്തിന് ബാധകമായി തീർന്നിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത് അല്ലെ. എന്ന് വെച്ചാല് കൂടുതൽ കാലം ഭരണം നിലനിർത്താനൊക്കെ അവർക്ക് ആരെ ഇതാക്കണമായിരുന്നു? ഈ ബ്രാഹ്മിൻസിനെ സോപ്പിട്ട് നിർത്തണമായിരുന്നു. ഓക്കെ, ആൻഡ് ദ എക്സംഷൻസ് അപ്രൂവ്ഡ് ബൈ ദ ചതുർവേദാസ് അല്ലെ. ബ്രാഹ്മിൻസിന്റെ ഒരു വേദിക് ടെക്സ്റ്റ് ആണ് എന്ത് മക്കളെ? ചതുർവേദാസ് അല്ലെ. ആൻഡ് ദ പ്രീവിയസ് മഹാരാജാസ് വിൽ ബി അപ്ലിക്കബിൾ ടു ദിസ് ഗ്രാൻഡ് ആസ് വെൽ. അതെന്താ പറയുന്നത്? ഇത്തരം ആചാരപ്രകാരമുള്ള ഒഴിവുകൾ ഈ ഭൂമിദാനത്തിനും ബാധകമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പണ്ട് അല്ലെ, ഇനി ഭരിക്കാൻ പോകുന്ന രാജാക്കന്മാരായിക്കോട്ടെ, അതുപോലെ തന്നെ പണ്ട് ഭരിച്ചിട്ടുള്ള കുറെ രാജാക്കന്മാരില്ലേ, പ്രീവിയസ് ആയിട്ടുള്ള മഹാരാജാസ് ഒക്കെ ഈ ഭൂമിദാനത്തിന് ഇത്തരത്തിലുള്ള വഗാഡക റൂളർ ആയിട്ടുള്ള ഭരണാധികാരിയായിട്ടുള്ള വിദ്യാശക്തിന്റെ ഈ ഒരു ഭൂമിദാന പ്രക്രിയ മറ്റുള്ള രാജാക്കന്മാരും പ്രോത്സാഹിപ്പിച്ചു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു വഗാഡക ഡൈനസ്റ്റി അല്ലെ, ആ ഒരു വഗാഡക ഭരണാധികാരി ഭരിച്ചിരുന്നപ്പോൾ പിന്നെ എന്തൊക്കെ തരത്തിലാണ് ഭൂമിദാനത്തിന്റെ പ്രക്രിയകൾ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, the administration here will not be like that in other areas. മറ്റുള്ള പ്രദേശങ്ങളിലെ പോലെ അല്ലെ, ഇതര പ്രദേശങ്ങൾ പോലെയല്ല ഇവിടെ ഭരണം എന്ന് പറയുന്നത്. എങ്ങനെയുള്ള ഭരണം ആയിരുന്നു ഇവിടെ? നോക്കിയാലോ. സോൾട്ട് ഓർ ആൽക്കഹോൾ ഷുഡ് നോട്ട് ബി പ്രൊഡ്യൂസ്ഡ്. ഈ വഗാഡക ഡൈനസ്റ്റിയിലെ വഗാഡക ഭരണാധികാരികള് ഭരിക്കുന്ന സ്ഥലത്ത് എന്ത് ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല? എന്താണ്? ഉപ്പും മദ്യവും ഊറ്റിയെടുക്കരുത് എന്നൊരു റൂൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താണ്? there is no need to pay money or cereals to the treasury. അതെന്താ ഉദ്ദേശിക്കുന്നത് മക്കൾ പറഞ്ഞേ? രാജകീയ ഖജനാവിലേക്ക് പണമോ ഭക്ഷ്യധാന്യങ്ങളോ കൊടുക്കേണ്ടതില്ല അല്ലേ. പണ്ടുള്ള ഭരണം നോക്കുമ്പോൾ എല്ലാം ടാക്സ് വെച്ച് നികുതിയൊക്കെ അടപ്പിച്ച് ആളുകളെ ഓരോ ഇതിലേക്ക് വീഴ്ത്തുന്ന ഒരു ഭരണം ആയിരുന്നു. പക്ഷെ വഗാഡക ഡൈനസ്റ്റി എന്താ പറഞ്ഞത്? ഒരു തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒന്നും ഞങ്ങൾ നടത്തില്ല എന്നാണ് പറയുന്നത് അല്ലെ. പിന്നെയോ നോ നീഡ് ടു പ്രസന്റ് ഫ്ലവേഴ്സ് ഓർ മിൽക്ക് ടു ദ കിങ്. രാജാവിന് പട്ടും വളയോ അതുപോലെ തന്നെ പൂക്കളോ പാലോ കൊടുത്ത്
ഇതാക്കേണ്ട സപ്പോർട്ട് ചെയ്യേണ്ട ഒരു പ്രകൃതി അല്ലെ ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്, രാജാവിനായിട്ട് പൂക്കളോ പാലോ നൽകേണ്ടതില്ല എന്നാണ് വകാടക രാജാവായിട്ടുള്ള വിദ്യാശക്തി പറഞ്ഞിട്ടുള്ളത് അല്ലെ. പിന്നെ പ്രൊവൈഡിങ് cow or bullock to official is not needed അല്ലെ. വലിയ വലിയ രാജാക്കന്മാരെയൊക്കെ നമ്മൾ കുറച്ച് പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പണ്ട് കാലം തൊട്ടേ ഇങ്ങനെ എന്താ കുതിര ചമയങ്ങളോ ഒക്കെ നൽകി അല്ലെ, പശുവിനെയോ കാളയോ നൽകേണ്ട, രാഷ്ട്രീയ സേവനങ്ങൾ നൽകേണ്ട അതൊന്നും ഈ ഒരു ഭരണാധികാരിക്ക് ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു നിയമം വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയായിരുന്നു അവരുടെ ഒരു റൂള്, നിയമം എന്ന് പറയുന്നത്? വകാടക രാജാവായ വിദ്യാശക്തിയുടെ നിയമങ്ങളായിരുന്നു. അവിടെ ആ ഒരു ഭരണപ്രദേശത്ത് അല്ലെ, ആ ഒരു ഭരണപ്രദേശത്ത് ഉപ്പോ അതുപോലെ തന്നെ മദ്യമോ ഉൽപ്പാദിപ്പിക്കരുത് എന്ന് പറഞ്ഞു അല്ലെ. പിന്നെന്തൊക്കെയാ പറഞ്ഞത്? ഒരു തരത്തിൽ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് വാങ്ങാൻ പാടില്ല, മോഷ്ടിക്കുകയോ അതുപോലെ തന്നെ അവരുടെ പൈസ ഖജനാവിലേക്ക് വാരിപ്പറിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ എടുക്കേണ്ട ഒരു തരത്തിലുള്ള ഇതും വരാനും പാടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ രാജാക്കന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് പാലോ അതുപോലെ തന്നെ പൂക്കളോ നൽകേണ്ട ഒരു തരത്തിലുള്ള ആവശ്യവുമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ പശുക്കളെയോ കാളകളോ ഒന്നും രാജാക്കന്മാർക്ക് വേണ്ടി സമർപ്പിക്കേണ്ട ആവശ്യവുമില്ല എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? there is no need to give any service to the state. പിന്നെന്താ പറഞ്ഞത്? യാത്രയിലായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കട്ടിലും അടുപ്പും മറ്റും നൽകേണ്ട, രാജാവിന് നികുതി അടയ്ക്കേണ്ടതുമില്ല. എന്ന് വെച്ചാല് ഓരോ ഉദ്യോഗസ്ഥർക്ക് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കട്ടിലോ അടുപ്പോ മറ്റും നൽകേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? അതാണ് there should be no liability to provide charcoal or caparison to these officials. ഓക്കെ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭരണാധികാരികളെ പ്രീതിപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല, അവരുടെ മന്ത്രിമാരെയും പ്രീതിപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല എന്നാട്ടോ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് the police shall not enter here. ഈ വകാടക രാജാവായിട്ടുള്ള വിദ്യാശക്തി ഭരിക്കുന്ന ഈ ഒരു പ്രദേശത്ത് പോലീസുകാർ വരാൻ പാടില്ല, ഇവിടെ പ്രവേശിക്കാനും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ no need to pay tax to the king. അതാണ് പറഞ്ഞ രാജാവിന് നികുതി അടയ്ക്കരുത് അല്ലേ. അത്തരം നല്ല നല്ല പദ്ധതികളാണ് വകാടക രാജാവായിട്ടുള്ള വിദ്യാശക്തി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. no need to pay taxes for goods transportation. അല്ലേ, എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ, എന്ന് വെച്ചാൽ ഓരോ ഉപകരണങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ അതിനുള്ള നികുതി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെയോ will not be entitled to treasures hidden beneath the land. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? യാത്രയിലായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കട്ടിലും അടുപ്പും മറ്റും നൽകേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രാജാവിന് നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പിന്നെന്താണ്? ചരക്ക് കടത്താൻ വേണ്ടിയിട്ട് പണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഭൂഗർഭ നിധി നിക്ഷേപങ്ങളുടെ മേൽ അവകാശമുണ്ടായിരിക്കും. ഭൂമി വേലി കെട്ടി തിരിക്കാനും മണ്ണുയർത്താനും അല്ലെ വലിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാനും അവകാശമുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഏത് തരത്തിലുള്ള ആളുകളായിക്കോട്ടെ, അവർ ജീവിക്കുന്ന ചുറ്റുപാടും മണ്ണുയർത്താനുള്ള ഉപകരണങ്ങളൊക്കെ അവർക്ക് തന്നെ ചൂസ് ചെയ്ത് പോവാവുന്നതാണ്. അതിന് പ്രത്യേക ആളുകളുടെ അനുമതിയൊന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് will have the right to fence and raise the ground and use big tools. അവരുടെ പ്രദേശം ഉയർത്തണമെങ്കിൽ അത് അവരുടെ ചോയ്സ് ആണ്, അതിൽ രാജാക്കന്മാരൊന്നും ഒരു തരത്തിലും ഇടപെടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെയോ anyone who obstructs this അല്ലെ, പിന്നെന്താ പറയുന്നത്? anyone who obstructs this or causes obstruction shall be punished and when complained. ഇങ്ങനെ ഇതിനെ തടസ്സമാക്കുന്നതോ അതുപോലെ തന്നെ
ഇതിനെതിരെ ആരെങ്കിലും പരാതിപ്പെടുകയാണ് എന്ന് വെച്ചാൽ ഇവരുടെ ഭൂമി പ്രദേശം ഉയർത്തുന്നതിന് പാവപ്പെട്ട ആളുകൾ ഭൂമി പ്രദേശം ഉയർത്തുന്നത് സ്വന്തമായിട്ട് അവരുടെ ചോയ്സിനനുസരിച്ച് ഉയർത്താം, രാജാക്കന്മാരുടെ അനുമതി ഒന്നും വേണ്ട. വഗാഡക ഡൈനസ്റ്റി പറഞ്ഞ കാര്യമാണ്. അഥവാ ആരെങ്കിലും ഇതിനു മേൽ ഇവരുടെ മേൽ എന്തെങ്കിലും അധികാരം ചുമത്തിയാൽ അവർക്ക് നല്ല ശിക്ഷ കൊടുക്കുന്നതായിരിക്കും എന്നാണ് വഗാഡക രാജാവ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പദ്ധതികളൊക്കെ പറഞ്ഞിട്ടുള്ള രാജാവിനെ പറ്റി നമുക്ക് അറിഞ്ഞാലോ? വരൂ. ഓക്കെ, ദിസ് ഇസ് an order issued by വഗാഡക കിങ് വിദ്യാശക്തി സെക്കൻഡിലെ വിദ്യാശക്തി രാജാവായിട്ടുള്ള വഗാഡക ഭരണാധികാരിയായിട്ടുള്ള വിദ്യാശക്തിയാണ് ഇത്തരത്തിലുള്ള നല്ല പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം ഭരിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്ന എത്ര തൊട്ട് എത്ര വരെയായിരുന്നു? 355 മുതൽ 400 BCE അല്ലെ? കോമൺ ഇറ. ആ ഒരു കോമൺ ഇറയിലാണ് ഭരിച്ചിട്ടുള്ളത് അല്ലെ? വഗാഡക രാജാവായിരുന്ന വിദ്യാശക്തി രണ്ടാമൻ CE 355 to 400 അല്ലെ? 355 400 CE കാലഘട്ടത്തിലാണ് പുറപ്പെടുവിപ്പിച്ച ഒരു ഉത്തരവാണ് ഇത്. എന്ത്? നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ? എന്താണ്? ഓരോരുത്തർക്ക് അവരുടെ പൈസ ഈ ഭരണാധികാരിയുടെ ഖജനാവിലേക്ക് നികുതിയായിട്ട് അടക്കേണ്ട ആവശ്യമില്ല. രാജാവിന് പൂക്കളോ മറ്റു പാലോ ഒന്നും കൊടുത്ത് പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ the order refers to transfer of some of the land in the king's possession to Brahmins along with the special rights. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ ഭരണാധികാരി വഗാഡക രാജാവായിട്ടുള്ള വിദ്യാശക്തി അവരുടെ ലാൻഡ് ഒക്കെ ആർക്ക് കൊടുത്തു? ബ്രാഹ്മിൻസിന് കൊടുത്തു. അതിന്റെ പ്രത്യേക അവകാശങ്ങൾ ചുമത്തിക്കൊണ്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതാണ് രാജാവിന്റെ കൈവശമുള്ള കുറച്ച് ഭൂമി പ്രത്യേക അവകാശങ്ങളോട് കൂടി ആർക്ക് കൊടുത്തു? ബ്രാഹ്മണർക്ക് കൈമാറി. അത് സംബന്ധിച്ച് ഈ ഉത്തരവിൽ പരാമർശിക്കുന്നത് ഇത് ഭൂമിദാനം എന്നറിയപ്പെടുന്നു. പിന്നെ ഈ ഒരു രാജാവ് അല്ലെ, വിദ്യാശക്തി രാജാവ്, അദ്ദേഹത്തിന്റെ കൈപ്പടിയിലുള്ള ലാൻഡ് ഒക്കെ ബ്രാഹ്മണർക്ക് കൊടുത്ത ആ ഒരു രീതിക്കാണ് എന്ത് മക്കളെ പറയുന്നത്? ഭൂമിദാനം അല്ലെങ്കിൽ ലാൻഡ് ഗ്രാൻഡ്സ് എന്ന് പറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ്. ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ്സ് ബൈ ദ കിങ്? അപ്പോ രാജാവ് ഭൂമിദാനം നൽകുന്നതിന്റെ ലക്ഷ്യം എന്താവാം മക്കളെ? ചിന്തിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ച്? അപ്പൊ ടീച്ചർ പറഞ്ഞുതരാം. When did the practice of land grants start? എപ്പോ മുതലായിരിക്കും ഈ ഒരു ഭൂമിദാനം തുടങ്ങിയിട്ടുള്ളത് നമുക്കൊക്കെ ഇപ്പൊ മനസ്സിൽ തോന്നുന്നില്ലേ? And were such grants common? And ഏത് ഭരണാധികാരി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഭൂമിദാനം എന്ന് പറയുന്ന പദ്ധതി കോമൺ ആയിട്ട് നിലനിന്നിരുന്നത്? അതുപോലെ തന്നെ mention of land grants can be found in Buddhist വർക്ക്സ് എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഭൂമിദാനം പല ഭരണാധികാരികളുടെ കീഴിൽ നിലനിന്നിട്ടുണ്ട് എന്നതിന്റെ എവിഡൻസ് അല്ലെ? എവിഡൻസ് ഏതിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ബുദ്ധിസ്റ്റ് വർക്ക്സിൽ നിന്നാണ്. ബുദ്ധിസ്റ്റ് വർക്ക്സിലുള്ള പലതരത്തിലുള്ള ബുദ്ധിസ്റ്റ് ജാതീയതയിലുള്ള ആളുകൾ അവരുടെ ടെക്സ്റ്റില് അല്ലെ, റിലീജിയസ് ടെക്സ്റ്റ്, ജാതിപരമായിട്ടുള്ള ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ രാജാക്കന്മാരുടെ അല്ലെ ഭരണവും ആ കാലവും എന്തൊക്കെ ഭൂമിദാനമാണ് നിലനിന്നിരുന്നതെന്നൊക്കെ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഭൂമിദാനങ്ങൾ ആരംഭിച്ചത് എന്തുകൊണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലെ? ഇത്തരത്തിലുള്ള ഭൂമിദാനങ്ങൾ ആ ഒരു ടൈമില് സാധാരണമായിരുന്നോ? ബുദ്ധകൃതികളിൽ ആണ് ഭൂമിദാനത്തെ കുറിച്ച് സൂചനകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. ബുദ്ധകൃതികളിലാണ് കൂടുതലായിട്ട്, ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എഴുതിയ വർക്ക്സിലാണ് നമുക്ക് ഈ ഭൂമിദാന പ്രക്രിയയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നത്. പിന്നെയോ, ബട്ട് it was only during the post-Mauryan period. മൗര്യൻ രാജാക്കന്മാര് ഭരിച്ചു കഴിയാനായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തില് ഈ ഒരു ഭൂമിദാനം എല്ലാ തരത്തിലും പടർന്നു പന്തലിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, that it became widespread and also produced far-reaching consequences. അല്ലെ, ഇത് മൗര്യൻ കാലഘട്ടത്തിൽ വ്യാപകമായി അല്ലെ, അതുപോലെ തന്നെ ഇത് പലതരത്തിലുള്ള ഫലങ്ങൾ സൃഷ്ടിച്ചതും മൗര്യന്മാർക്ക് ശേഷമാണ് അല്ലെ. മൗര്യൻ കാലഘട്ടത്തിലും ഈ വഗാഡക രാജാവ് പറഞ്ഞ പോലെ തന്നെയുള്ള പദ്ധതികൾ അവര് ചൂസ് ചെയ്ത് നടപ്പാക്കി.
ആ ഒരു ടൈമിൽ കുറെ ആളുകൾക്ക് അത് നല്ലത് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. പിന്നെ ഉള്ള കാലഘട്ടത്തിൽ അത് എങ്ങനെയായിരുന്നു നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ. ആൻഡ് ആഫ്റ്റർ ദ ഫോൾ ഓഫ് മൗര്യ, അങ്ങനെ മൗര്യൻ ഡൈനസ്റ്റി, മൗര്യൻ ഭരണാധികാരികൾ തകർന്നടിഞ്ഞു. ഇനി ആരുടെ കാൽവെപ്പാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ആൻഡ് several dynasties came to power in different parts of India. എന്താ പറയുന്നത്? മൗര്യ രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയില് വിവിധ ഭാഗങ്ങളിൽ നിരവധി രാജവംശങ്ങൾ നിലനിന്നു അല്ലേ, അധികാരത്തിൽ വന്നു. ആൻഡ് ലൊക്കേറ്റ് ദം ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ. ഏതൊക്കെ രാജാക്കന്മാരാണ് ഭരണത്തിലേറിയത് ഇന്ത്യയില് മൗര്യൻ രാജവംശം തകർന്നടിഞ്ഞതിന് ശേഷം എന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ. ഓക്കെ, അത് നമുക്ക് മാപ്പിൽ അനലൈസ് ചെയ്യാം. ഓക്കെ, ഏതൊക്കെ രാജാക്കന്മാരാണ് വന്നത്? ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് കുഷാനാസ്. സെക്കൻഡ് വൺ ഷാഗാസ്. തേർഡ് വൺ ഗുപ്താസ്. ഫോർത്ത് വൺ വഗാഡഗാസ്. ആൻഡ് ഫിഫ്ത് വൺ സത്വാഹനാസ്. ആൻഡ് സിക്സ്ത് വൺ ചോളാസ്. ആൻഡ് സെവൻത് വൺ ചേറാസ്. ആൻഡ് എയ്ത്ത് വൺ പാണ്ഡ്യാസ്. ഇത്തരത്തിലുള്ള ഭരണാധികാരികളായിരുന്നു മൗര്യൻ ഡൈനസ്റ്റി. തകർന്നടിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികൾ എന്ന് മക്കള് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന, ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഗുപ്ത രാജവംശത്തെ കുറിച്ചാണ്. അതിന്റെ ഓരോ ചെറിയ ഘട്ടങ്ങളും, ആ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു ഭൂമിദാന പ്രക്രിയ നിലനിന്നിരുന്നത്, അവരുടെ ആയോധന കലകൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, Gupta age, it is an agriculture, land grants, graded peasants. അല്ലെ, ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ആയിരുന്നു ആളുകൾ ഫോളോ ചെയ്തിരുന്നത്. അവിടെ നിലനിന്നിരുന്ന ലാൻഡ് ഗ്രാൻസ്, ഭൂമിദാന പ്രക്രിയയെക്കുറിച്ചും അല്ലെ, അതുപോലെ തന്നെ അവിടെയുള്ള പെസൻസിന്റെ ലൈഫിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് നെക്സ്റ്റ് സ്ലൈഡ് നോക്കിയാലോ. ഓക്കെ, ഗുപ്ത പീരീഡിൽ നിലനിന്ന ഭൂമിദാനം, ലാൻഡ് ഗ്രാൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, this system became widespread under the Guptas, which came to power in Pataliputra by the beginning of 4th century CE. അപ്പോ 4ാം നൂറ്റാണ്ടില് ഭരണത്തിലേറിയ, പാടലിപുത്ര എന്ന സ്ഥലത്ത് ഭരണത്തിലേറിയ രാജാക്കന്മാരായിരുന്നു ഗുപ്ത ഭരണാധികാരികൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് CE 4ാം നൂറ്റാണ്ടിലോടുകൂടി പാടലിപുത്ര കേന്ദ്രമാക്കി അധികാരത്തിലേറിയ ഗുപ്ത രാജാവിന്റെ കീഴിലുള്ള ഭൂമിദാനത്തെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ among these dynasties the Satvahanas, അല്ലെ, among these dynasties the Satvahanas who ruled the Deccan region. അപ്പൊ നമ്മൾ കുറെ ഡൈനസ്റ്റീസിന്റെ പേര് പറഞ്ഞില്ലേ, കുഷ്ഹാനാസ്, ചോളാസ്, ചേറാസ്, പാണ്ഡ്യാസ്, ഗുപ്താസ് ഒക്കെ നമ്മൾ പേര് പറഞ്ഞു. അപ്പൊ ഗുപ്തന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഗുപ്ത ഭരണാധികാരികൾ ഉള്ളപ്പോ ആ ഒരു കാലഘട്ടത്തിൽ ലാൻഡ് ഗ്രാൻസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സത്വാഹന എന്ന് പറയുന്ന ഡൈനസ്റ്റി, ആ ഒരു ഭരണാധികാരികളെ കാലഘട്ടത്തില് ലാൻഡ് ഗ്രാൻസ്, ഭൂമിദാനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോ ഇവര് ഡെക്കാൻ കേന്ദ്രീകരിച്ച് ഭരിച്ചിട്ടുള്ള ഭരണാധികാരികളായിരുന്നു ആര് മക്കളെ? സത്വാഹന എന്ന് പറയുന്ന രാജാക്കന്മാര്. ഓക്കെ, they started the practice of giving the land grants to please the Brahmins who were dominant in the society. ഇവരെന്തിനാന്നറിയോ? ഈ സത്വാഹനാസ് എന്ന് പറയുന്ന രാജാക്കന്മാര് അവരുടെ കയ്യിലുള്ള ലാൻഡ് ഒക്കെ ആർക്കാണ് കൈമാറിയത്? ബ്രാഹ്മിൻസിന് കൈമാറി. എന്തിനു വേണ്ടിയിട്ടാ ബ്രാഹ്മിൻസിന് കൈമാറിയത് മക്കളെ? അതെന്താന്ന് വെച്ചാല്, ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന സൊസൈറ്റി ആണല്ലോ ആ ഒരു സമൂഹം പണ്ട് കാലത്ത് വലിയ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു രാജവംശം എന്ന് പറയുന്നത്. അപ്പൊ അവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ആ ഒരു ഭരണം നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഭൂമിദാന പ്രക്രിയ തുടങ്ങി വെച്ച് തന്നെ അവരുമായിട്ടാണ്. ഇവരുടെ കയ്യിലുള്ള ലാൻഡ്, സത്വാഹന എന്ന് പറയുന്ന രാജാക്കന്മാരുടെ കയ്യിലുള്ള ലാൻഡ് ആർക്ക് കൊടുത്തു? ബ്രാഹ്മിൻസിന് കൊടുത്തിട്ട് അവർ ആ ലാൻഡ് ഗ്രാൻസ് എന്ന് പറയുന്ന പ്രക്രിയക്ക് തുടക്കമിട്ടു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് അല്ലേ.
എന്താണ്? സാമൂഹിക ഘടനയിൽ മുന്നിൽ നിന്നിരുന്ന ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഭൂമിദാനം നൽകുന്ന വ്യവസ്ഥയ്ക്ക് ആര് തുടക്കം കുറിച്ചു? സത്വാഹന എന്ന് പറയുന്ന രാജാക്കന്മാര് തുടക്കം കുറിച്ചു എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പൊ ഗുപ്ത എന്ന് പറയുന്ന ഭരണാധികാരികളും സത്വാഹന എന്ന് പറയുന്ന ഭരണാധികാരികളും നടത്തിപ്പോന്ന ഭൂമിദാന പ്രക്രിയ എങ്ങനെയാണ് നോക്കിയാലോ? അതിൽ രണ്ടുപേരുടെയും വ്യത്യാസം നോക്കിയാലോ? അവരെന്തൊക്കെ റൂൾസ് ആണ് കൊണ്ടുവന്നതെന്ന് നോക്കിയാലോ? ഓക്കെ, സ്ലൈഡിലേക്ക് നോക്കിക്കേ മക്കള്. ഡിഫറൻസ് ഇൻ ലാൻഡ് ഗ്രാൻഡ്സ് അല്ലെ, ഭൂമിദാനത്തിലെ വ്യത്യാസം. ആദ്യം നമുക്ക് സത്വാഹന ഡൈനസ്റ്റി, സത്വാഹന ഭരണാധികാരികളുടെ നോക്കാം. ഓക്കെ, റൈറ്റ് ടു ദ റിസോഴ്സസ് ഓഫ് ദ ലാൻഡ് ഓൺലി വാസ് ഗിവൺ. ഇവർ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രമാണ് അവർ നൽകിയത്. ഭൂമിയിലുള്ള പല വിഭവങ്ങൾ ഉണ്ടല്ലോ, ലാൻഡ് ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്, അതിന് മേലുള്ള അവകാശങ്ങൾ മാത്രമേ ആര് നൽകിയിട്ടുള്ളൂ? സത്വാഹന രാജാക്കന്മാര്, ഡൈനസ്റ്റീസ് നൽകിയിട്ടുള്ളൂ. അതുപോലെയാണോ ഗുപ്ത രാജാക്കന്മാർ ചെയ്തത്? നോക്കിയാലോ? ഓക്കെ, അലോങ് വിത്ത് ദ റിസോഴ്സ് ഓഫ് ദി ലാൻഡ്, ഭൂമിദാനമല്ലാതെ the rights over the people living there also was transferred. ഇവര് ഭൂമിക്ക് മേലുള്ള അവകാശം മാത്രമല്ല ആളുകൾക്ക് കൊടുത്തത്, പിന്നെന്താണ്? ജനങ്ങൾക്ക് മേലുള്ള അധികാരങ്ങളും ആര് നൽകി? ഗുപ്താസ് നൽകി. സത്വാഹന രാജാക്കന്മാര് ആ ലാൻഡിന് മേലുള്ള അവകാശം മാത്രമാണ് കൊടുത്തതെങ്കിൽ ഗുപ്ത രാജാക്കന്മാര് ആ ലാൻഡിന് മേലുള്ളതും അത് ആരാണോ ജോലി ചെയ്യുന്നത് അവരുടെ മേലും അധികാരം ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി നമുക്ക് ഗുപ്ത രാജവംശത്തെ കുറിച്ച്, ഗുപ്ത എംപയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു പിക്ചറിൽ കാണുന്നത് ആരാന്ന് നമുക്ക് അറിയോ? ഈ ഒരു ഗുപ്ത ഭരണവംശം അല്ലെ, രാജവംശത്തിന് തുടക്കമിട്ട ശ്രീ ഗുപ്ത എന്ന് പറയുന്ന മഹാന്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, ഗുപ്ത കിങ്സ്, ഗുപ്ത രാജാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ രാജാക്കന്മാരാണ് ഗുപ്ത ഡൈനസ്റ്റി, രാജവംശം ഭരിച്ചിട്ടുള്ളത് എന്ന് അറിയാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാലോ? ഓക്കെ, ശ്രീ ഗുപ്ത വാസ് ദ ഫൗണ്ടർ ഓഫ് ദി ഗുപ്ത കിങ്ഡം. അപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗുപ്ത രാജവംശത്തിന് തുടക്കമിട്ടത് ആരാണ്? ശ്രീ ഗുപ്ത എന്ന് പറയുന്ന രാജാവായിരുന്നു അല്ലെ. ഓക്കെ, ദ അതർ ഇമ്പോർട്ടന്റ് കിങ്സ് ഓഫ് ഡൈനസ്റ്റീസ് വെയർ, അത് അടുത്ത സ്ലൈഡിൽ കാണാട്ടോ. ശ്രീഗുപ്ത മാത്രമാണോ ഈ ഒരു രാജവംശം ഭരിച്ചിട്ടുള്ളത്? അല്ല, മറ്റു ചില രാജാക്കന്മാരും ഉണ്ട്, അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ശ്രീ ഗുപ്ത രാജ്യത്തിന്റെ സ്ഥാപകൻ ശ്രീ ഗുപ്തനായിരുന്നു അല്ലെ. ശ്രീ ഗുപ്ത രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണ് മക്കളെ? ഗുപ്തനാണ്, ശ്രീ ഗുപ്ത അല്ലെ. ഓക്കെ, മറ്റു പ്രധാന രാജാക്കന്മാരുടെ പേരുകൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഏതൊക്കെ രാജാക്കന്മാരായിരിക്കും നോക്കിക്കേ. എല്ലാം നിങ്ങൾക്ക് അറിയുന്ന പേരുകൾ തന്നെയാണ് അല്ലെ. കുറെയൊക്കെ മക്കൾക്ക് അറിയാം അല്ലെ. ചന്ദ്രഗുപ്ത അല്ലെ, അതുപോലെ തന്നെ കുമാരഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ്, ഫസ്റ്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ചന്ദ്രഗുപ്ത ഫസ്റ്റ്, ചന്ദ്രഗുപ്ത ഒന്നാമൻ. രണ്ടാമത്തെ രാജാവ് ആരാണ് ഗുപ്ത ഡൈനസ്റ്റിന്റെ? സമുദ്രഗുപ്ത അല്ലെ, സമുദ്രഗുപ്തൻ. ആൻഡ് തേർഡ് വൺ ചന്ദ്രഗുപ്ത സെക്കൻഡ്, ചന്ദ്രഗുപ്ത രണ്ടാമൻ. പിന്നെയോ കുമാരഗുപ്ത ഫസ്റ്റ്, കുമാരഗുപ്ത ഒന്നാമൻ. ഓക്കെ, പിന്നെ സ്കാന്ദഗുപ്ത അല്ലെ, സ്കാന്ദഗുപ്തൻ. ഇത്തരത്തിലുള്ള ആളുകളാണ് 3, 4, 5 ഡൈനസ്റ്റീസ് ആണ്. ഗുപ്ത ഡൈനസ്റ്റിന്റെ ഒരു ഓർഡർ, റൂളേഴ്സിന്റെ ഓർഡർ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആരൊക്കെയാണ്? ചന്ദ്രഗുപ്ത ഫസ്റ്റ്, സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ്, കുമാരഗുപ്ത ഫസ്റ്റ് ആൻഡ് സ്കാന്ദഗുപ്ത. ഓക്കെ, അപ്പൊ ഈ ഒരു റൂളേഴ്സിന്റെ കാര്യം മക്കൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, let's look at the changes brought about by the land grants during the Gupta period. അപ്പോ ഗുപ്ത കാലത്തില് ഭൂമിദാന പ്രക്രിയ എങ്ങനെയായിരുന്നു, എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു വന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, the king's authority over the donated land gradually
ഡിക്ലൈൻഡ്. എന്താണ് പറയുന്നത്? ഇപ്പോ ഇത്തരത്തിലുള്ള രാജാക്കന്മാര് ദാനം ചെയ്തിട്ടുള്ള സ്ഥലത്തിന് മേൽ പിന്നെ അവർക്ക് ഒരു അവകാശവും ഉണ്ടാവില്ല എന്നതാണ് സത്യം. ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലെ രാജാവിന്റെ സ്വാധീനം പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും. ആർക്കാണ് കൊടുക്കുന്നത്? അവർക്കായിരിക്കും പവർ ഉണ്ടാവുക. അത് സ്വാഭാവികം അല്ലേ? The right to collect taxes and administer justice over the donated land was transferred along with ownership of land. പിന്നെന്താണ് ഒരു സ്വാഭാവിക സ്ഥിതി എന്ന് പറയുന്നത്? നമ്മൾ ആർക്കാണോ ലാൻഡ് കൈമാറുന്നത്, ഏത് രാജാവിനാണോ കൈമാറുന്നത്, ആ രാജാവിനായിരിക്കും പിന്നെ ആ ഒരു ലാൻഡിന് മേല് അവിടെയുള്ള പെസൻസിന്റെ കൈയിൽ നിന്ന് ടാക്സ് വാങ്ങുന്നതും അവിടെ നീതി പാലിക്കേണ്ടതോ ആ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ആരായിരിക്കും? നമ്മൾ ആർക്കാണോ കൊടുത്തത് അവരാണ് ഇനിയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത് അല്ലെ? കൊടുത്ത ആളുകൾക്ക് പിന്നെ എന്തെങ്കിലും ഇതുണ്ടോ? ഇല്ല, ഒരു റോളും ഇല്ല. അതാണ് പറയുന്നത് അല്ലെ. ഗുപ്തകാലത്തിൽ ഭൂമിദാന പ്രക്രിയയിലൂടെ ഉണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലെ രാജാവിന്റെ സ്വാധീനം കുറഞ്ഞു വരികയും നികുതി പിരിവിനും പിന്നെ അവിടെ നീതി ന്യായത്തിനുള്ള ഒരു റോളും കൊടുത്തിട്ടുള്ള രാജാക്കന്മാർക്ക് പിന്നെ അവിടെ ഒരു റോളും ഇല്ല എന്നാണ് മക്കള് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ഗുപ്ത രാജാവ് മറ്റൊരാൾക്ക് കൊടുക്കുകയാണല്ലോ. അപ്പൊ ആ ഒരു ആൾക്ക് പിന്നെ എന്തൊക്കെ അവകാശമായിരിക്കും ഉണ്ടാവുക? Those who received the land grants also got the right to grant the land to someone else. നമ്മൾ ആർക്കാണോ കൊടുത്തത് അവർക്ക് മറ്റൊരാൾക്ക് ആ ലാൻഡ് പണം വെക്കാനുള്ള കൊടുക്കാനുള്ള ഭൂമി ദാനം ചെയ്യാനുള്ള അവകാശമില്ലേ? പിന്നെ മറ്റവരോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? തന്നവരോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കൊടുത്തോട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ? നമുക്കായി കഴിഞ്ഞു ആ ലാൻഡ്. പിന്നെ നമ്മുടെ അവകാശമാണ് ആർക്ക് കൊടുക്കണം എന്നല്ലേ മക്കളെ? ഓക്കെ, അതാണ് പറയുന്നത്. ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനം ചെയ്യാനുള്ള അവകാശം അല്ലെ ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെയോ ഇൻ കോഴ്സ് ഓഫ് ടൈം അല്ലെ? ഓരോ ടൈം കഴിയുമ്പോഴും the kings and nobles began to give land grants instead of cashes as remuneration for the service they received. Okay, പിന്നെന്താ പറയുന്നത്? ക്രമേണ രാജാവും പ്രഭുക്കളും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം പണമായി നൽകാതെ ഭൂമിദാനത്തിന്റെ രൂപത്തിൽ നൽകി തുടങ്ങി. പിന്നെ ഈ ഗുപ്ത പീരീഡിലാണ് വേറൊരു മാറ്റവും വന്നത്. എന്ന് വെച്ചാല് പണ്ടുള്ള കാലഘട്ടം എന്ന് വെച്ചാൽ കുറെ പദ്ധതികളൊക്കെ ഇങ്ങനെ ക്യാഷ് ആയിട്ട് പണമായിട്ടാണല്ലോ നൽകിയിരുന്നത്. പിന്നെ ആളുകള് ഭൂമി ദാനം ചെയ്യാൻ തുടങ്ങി. ഒരു യുദ്ധത്തിൽ ജയിച്ചാണെങ്കിൽ ആ ഒരു സ്ഥലം ഭൂമി ദാനമായിട്ട് ആ രാജാവിന് കൊടുക്കുന്ന ആ ഒരു രീതി വന്നിട്ടുള്ളത് ഗുപ്ത രാജാക്കന്മാരുടെ കാലത്താണ് എന്നാണ് മക്കള് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, although most of the land grants were received by Brahmins, കൂടുതലായിട്ട് ഈ ഗുപ്ത രാജാക്കന്മാര് ഇത്തരത്തിലുള്ള ഭൂമി ദാനം കൂടുതലായിട്ട് നൽകിയിട്ടുള്ളത് ആർക്കായിരുന്നു മക്കളെ? ബ്രാഹ്മിൻസിനായിരുന്നു അല്ലെ? അതാണ് രാജാവിൽ നിന്ന് ഏറ്റവും അധികം ഭൂമി ലഭിച്ചത് ബ്രാഹ്മണർക്കാണെങ്കിലും ഗ്രാജുവലി അതർ സെക്ഷൻ ഓൾസോ സ്റ്റാർട്ടഡ് റിസീവിംഗ് ലാൻഡ് ആസ് ഗ്രാന്റ്. പിന്നെ പോർ സെക്ഷനിലുള്ള ആളുകളും പാവപ്പെട്ടവർക്കും ലാൻഡ് അവർ ഭൂമി ദാനം ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ ക്രമേണ മറ്റുള്ള വിഭാഗങ്ങൾക്ക് കൂടി ഭൂമി ദാനം ചെയ്യാൻ വേണ്ടി അവര് ആരംഭിച്ചു എന്നാണ് മക്കള് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെന്താണ്? With the widespread practice of land grants, a powerful section of landowners with immense wealth and influence was formed in the section. അപ്പൊ ഇങ്ങനെ ഭൂമി ദാനം ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരാള് നേതൃത്വം വഹിച്ച് ചെയ്യേണ്ട ഒരു സാധനല്ലേ? അതാണ് ഇങ്ങനെ ഭൂമി ദാനം വ്യാപകമായതോടെ സമൂഹത്തിൽ വലിയ സമ്പത്തുള്ള ആളുകളെ ഇത്തരത്തിലുള്ള ലാൻഡ് ഗ്രാൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരതപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, ശക്തമായ ഒരു വിഭാഗം അവിടെ രൂപം കൊണ്ടു, ഭൂമി ഉടമകളുടെ. ഓക്കെ, പിന്നെയോ those who worked on the land become rightless dependents of the landlords. പാവപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ, ഈ ഒരു കൃഷിയിടങ്ങളില് വർക്ക് ചെയ്യുന്ന കർഷകർക്ക് ഒരു ലാഭവും ഇല്ല കേട്ടോ. അവർക്ക് ഒരു തരത്തിലുള്ള ഭൂമിദാന പ്രക്രിയയിലൊന്നും അവരെ ഉൾപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരെപ്പോഴും ഇത്തരത്തിലുള്ള ഭൂ ഉടമകളെ ആശ്രയിച്ച് നിൽക്കേണ്ട അവസ്ഥ തന്നെയായി അവർക്ക്. അതാണ് പറയുന്നത്.
ഭൂമിയിൽ പണിയെടുക്കുന്ന അടിയാളർക്ക് ഒരു അവകാശവും അവർ കൽപ്പിച്ചിട്ടില്ല. പിന്നെ in such a system the farmers, agricultural laborers and the slaves were bound to the land. എന്താണ്? അതുകൊണ്ട് തന്നെ ഇവർക്ക് കർഷകർക്ക് ഒരു അവകാശം അവർ കൊടുത്തിട്ടില്ല. അപ്പൊ അവരെ കർഷകർ എന്താ ചെയ്യേണ്ടത്? കർഷകരും കർഷക തൊഴിലാളികളും അടിമകളെ പോലെ ഈ ഭൂമിയിൽ നിൽക്കേണ്ട അവസ്ഥയായി അല്ലെ? ഭൂമിയിൽ ബന്ധിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് ആര് മാറി എന്ന് പറയുന്നത്? കർഷകർ മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് ആ കർഷകരെ കുറിച്ചാണ് കേട്ടോ. ഗുപ്ത ടൈമിലുള്ള കർഷകരുടെ അവസ്ഥയാണ് ഇനി നമ്മൾ ഈ സ്ലൈഡിൽ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ. They lived and died in the same soil where they were born. അല്ലെ? അവരെന്താണ്? അവർ ഒരേ മണ്ണിൽ തന്നെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ ഭൂമിദാനം ചെയ്ത് മറ്റുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കുമ്പോൾ ഇവര് ജനിക്കുന്നതും ജീവിക്കുന്നതും പണിയെടുക്കുന്നതും മരിക്കുന്നതും ഒക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണ് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം അല്ലെ? ആൻഡ് they labored throughout their life for their masters. അല്ലെ? അവരെന്താണ്? അവരുടെ ഉടമകൾക്ക് വേണ്ടിയാണുള്ള കാലം മൊത്തം പണിയെടുക്കുന്നത് അല്ലേ? അവർ അധ്വാനിച്ച അത്രയും ആ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, ഭൂവുടമകൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെന്താണ്? In addition to taxes, these people from the lower stratum of society had provided free services to the upper stratum. പിന്നെന്താണ്? സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ഇവർ മേലെ തട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി സൗജന്യ സേവനങ്ങളാണ് ചെയ്യാറ് അല്ലെ? എന്ന് വെച്ചാൽ അവരെ ഇങ്ങനെ രാവിലെ മുതൽ അല്ലെ അന്ത്യാവോളം ഇങ്ങനെ പണിയെടുത്ത് ഇവർ ക്ഷീണിക്കും. പക്ഷെ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള പൈസ ഒന്നും അവർക്ക് കൊടുക്കാറില്ല എന്നുള്ളതാണ് ഒരു ഖേദകരമായിട്ടുള്ള അവസ്ഥ അല്ലെ മക്കളെ? ഓക്കെ, ഇങ്ങനെയുള്ള ഈ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? This system had been called Indian feudalism. ഈ ഒരു വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമന്ത വ്യവസ്ഥ എന്നും ഇന്ത്യൻ ഫ്യൂഡലിസം എന്നും അതിനെ അറിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, and there was a remarkable improvement in the agricultural sector. മറ്റൊരു വലിയൊരു ഗുണമായിട്ട് ചെറിയൊരു ഗുണമായിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് കൃഷിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി എന്നാണ് കേട്ടോ പറയുന്നത്. ഇക്കാലത്ത് കാർഷിക രംഗത്ത് പുരോഗതി നേരിയ തോതിൽ പ്രകടമായി വന്നു. ഏത് രാജാക്കന്മാരുടെ കാലഘട്ടത്താണ് പറയുന്നത്? ഗുപ്ത ഡൈനസ്റ്റിന്റെ കാര്യമാണ് അല്ലെ? അപ്പൊ അവിടെ ഫ്യൂഡലിസം വന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ ഡൈനസ്റ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? സെവറൽ ഏതൊക്കെ ഡൈനസ്റ്റീസിന്? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത വഗാഡക ഡൈനസ്റ്റി അല്ലെ? വഗാഡക ഭരണാധികാരിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. വഗാഡക ഡൈനസ്റ്റി. ആരാണ് വഗാഡക ഈ ഒരു രാജവംശത്തിന്റെ ഭരണാധികാരി അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചിട്ടുള്ള ആളാരാണ്? ആദ്യ ഭരണാധികാരി ആരായിരുന്നു വഗാഡക ഡൈനസ്റ്റിന്റെ? മക്കള് പറഞ്ഞേ. യാ, വെരി ഗുഡ്. വിദ്യാശക്തി സെക്കൻഡ് അല്ലെ? വിദ്യാശക്തി രണ്ടാമൻ ആയിരുന്നു വഗാഡക ഡൈനസ്റ്റിന്റെ ഫൗണ്ടർ, സ്ഥാപകൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു മൗര്യൻ ഡൈനസ്റ്റിനെ കുറിച്ച് അല്ലെ? മൗര്യൻ ഡൈനസ്റ്റി. ഓക്കെ, പിന്നെ കുറെ ഡൈനസ്റ്റീസിന്റെ പേര് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് വേറെ ഡൈനസ്റ്റീസ്? ഏതൊക്കെയായിരുന്നു? കുഷ്ഹൻസ്, ചോളാസ് അല്ലെ? ചോളാസ്, ചേറാസ്, പാണ്ഡ്യാസ്. ഇതൊക്കെ വേറെ ഡൈനസ്റ്റീസ് അവിടെ രൂപം കൊണ്ടതായിരുന്നു അല്ലെ? ചോളാസ്, ചേറാസ്, പാണ്ഡ്യാസ്, ഗുപ്താസ് അല്ലെ? സത്വാഹനാസ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഗുപ്ത ഡൈനസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ?
ഗുപ്ത ഡൈനസ്റ്റി ടൈമിലാണ് എന്ത് നിലവന്നത്? ഫ്യൂഡലിസം നിലനിന്നത് അല്ലെ. ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രധാന നിയമം എന്ന് പറഞ്ഞിട്ടുള്ളത്, രാജാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇവിടെ എന്ന് പറയുമ്പോൾ ലാൻഡിന് മുകളിൽ മാത്രമല്ല അവകാശം, അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് മേലും അവകാശമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സത്വാഹന ഡൈനസ്റ്റിയിലുള്ള രാജാക്കന്മാർ പറഞ്ഞിരിക്കുന്ന ലാൻഡിന് മുകളിലുള്ള അവകാശം മാത്രമേ അവർക്കുള്ളൂ എന്നുള്ള ഒരു നിയമമാണ് അവർ കൊണ്ട് വന്നിട്ടുള്ള നിയമം. ഇവിടെ എന്തൊക്കെയാണ്, ഏതൊക്കെ റൂളേഴ്സ് ഉണ്ട്? ചന്ദ്രഗുപ്ത ഫസ്റ്റ്, സെക്കൻഡ് അല്ലെ, ചന്ദ്രഗുപ്ത ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ സ്കാണ്ടഗുപ്ത, സമുദ്രഗുപ്ത അല്ലെ. അങ്ങനെ കുറെ ഇത്. പിന്നെന്തൊക്കെയാണ്? പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഫ്യൂഡലിസം നിലവിൽ വന്നത് ഈ ഒരു ഫ്യൂഡലിസം prevalent in those days അല്ലേ, ഫ്യൂഡലിസം prevalent in those days. ഓക്കെ, അപ്പൊ ഇത്രയുള്ള വഗാഡക ഡൈനസ്റ്റി അല്ലെ, വിദ്യാശക്തി രണ്ടാമനാണ് വഗാഡക ഡൈനസ്റ്റി കൊണ്ടുവന്നിട്ടുള്ളത്. അവർ കൂടുതൽ പ്രീതിപ്പെടുത്തിയത് ബ്രാഹ്മിൻസിനെയാണ്, അവരാണല്ലോ ഡൊമിനന്റ് ഗ്രൂപ്പ്. പിന്നെ നമ്മൾ മൗര്യൻ പീരീഡിൽ അത് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ടേംസ് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് കുറെ ഡൈനസ്റ്റീസ് പിന്നെ നിലവിൽ വന്നിരുന്നു മൗര്യൻ രാജവംശം തകർന്നടിഞ്ഞതിന് ശേഷം. അതാണ് നമ്മൾ കുഷ്ഹൻസ്, ചോളാസ്, ചേറാസ്, പാണ്ഡ്യാസ്, സത്വാഹനാസ് ആൻഡ് ഗുപ്താസ് എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗുപ്ത പീരീഡിനെ കുറിച്ചാണ്. അവിടെ ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരെ ചില പേരുകൾ നമ്മൾ പഠിച്ചു അല്ലെ, ചന്ദ്രഗുപ്ത ഒന്നാമൻ, രണ്ടാമൻ, സ്കാണ്ടഗുപ്ത, സമുദ്രഗുപ്ത, അങ്ങനെ കുറെ പേരുകൾ. പിന്നെ ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു ടേം വന്നിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ കുറെ ഭൂമിദാനം ചെയ്യുമ്പോൾ, ഭൂമിദാന പ്രക്രിയ ചെയ്യുമ്പോൾ അതൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അങ്ങനെ ലാൻഡ് ഓർഡേഴ്സ് വന്നു. ഈ പെസൻസിന് മാത്രം ഭൂമിദാനത്തിൽ ഒരു റോളും ഇല്ല. അതാണ് ഖേദകരമായിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത്. അവരവിടെ തന്നെ ജനിക്കുന്നു, അവിടെ ജീവിക്കുന്നു, അവിടെ തന്നെ മരിക്കുന്നു. അവർക്ക് അവിടെയാണ് പെർമനന്റ് ആയിട്ടുള്ളൊരിത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സെക്ഷനിൽ അല്ലേ. ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവിടെയുള്ള കൃഷി രീതികളാണ്. ഗുപ്ത പീരീഡിൽ നിലനിന്നിട്ടുള്ള കൃഷി രീതികളെ കുറിച്ചാണ് ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.